ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്ന് രാവിലെ ഞാൻ തന്നെയാണ് ആദ്യം ഏൽക്കുക അങ്ങനെയൊന്നുമില്ല. മിക്കപ്പോഴും അത് അമ്മ തന്നെയാണ്. പിന്നെ ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നുറങ്ങും. കുറച്ച് വൈകിട്ടൊക്കെ എണീക്കാറുള്ളൂ. കണ്ടില്ലേ നന്നായിട്ട് വെട്ടമൊക്കെ ആയിട്ടുണ്ട്. എന്ന് രാവിലെ എണീറ്റ ഉടനെ ആദ്യം ചെയ്യുന്ന കാര്യമാണ് പൂജാമുറി ഒന്ന് തുറന്ന് എല്ലാവരെയും ഒന്ന് കണ്ട് തൊഴുത് ഇന്നത്തെ ദിവസം എനിക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും തരുന്ന ഒരു ദിവസമായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് എൻ്റെ ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു തൈറോയിഡ് പേഷ്യൻറ്റും ചെയ്യുന്ന കാര്യം തന്നെ എണീറ്റ ഉടനെ തൈറോയിഡ് മെഡിസിൻ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരു 7 വർഷത്തോളമായി. വെള്ളം തലേദിവസം തിളപ്പിച്ച് വെക്കും, അതൊന്ന് ചൂടാക്കത്തേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീനും ഡസ്റ്റ്ബിന്നും അതും ഇതൊക്കെ വരുന്നത്. പിന്നെ തൈറോയിഡ് മെഡിസിനൊക്കെ കഴിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ ഇതെൻ്റെ റൂമാണ്. എൻ്റെ റൂം എന്ന് പറയുമ്പോൾ എൻ്റെ മാത്രം റൂമാണ്. എനിക്ക് വർക്ക് ചെയ്യാനും വീഡിയോസ് എടുക്കാനും എൻ്റെ ഡ്രസ്സും മേക്കപ്പും എൻ്റെ എല്ലാ സാധനങ്ങളും ഇതാണ് എൻ്റെ അധോലോകം. അപ്പം ഇവിടെയാണ് എല്ലാം ഇരിക്കുന്നത്. അവിടുന്ന് ഞാൻ എൻ്റെ യോഗ മാറ്റും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലുമാണ് എടുത്ത് ബാൽക്കണിയിൽ വെക്കുക ആദ്യം. പിന്നെ ഇത് അന്ന് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് എടുത്ത് പുറത്ത് വയ്ക്കും. കാരണം നമ്മുടെ വീട്ടിലെല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കൽ ഭയങ്കര കുറവായിരുന്നു. പിന്നെയും കുറച്ചെങ്കിലും കഴിക്കുന്നത് ഞാനാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരാഴ്ചത്തേക്കോ 3-4 ദിവസത്തേക്കോ വേണ്ടത് കട്ട് ചെയ്ത് വെക്കുമ്പം കുറേയൊക്കെ രാവിലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കൊക്കെ ആണെങ്കിലും എല്ലാവരും കുറച്ച് ദിവസമൊക്കെ കഴിക്കുന്നുണ്ട്. തീരെ കഴിക്കാതിരിക്കുന്നതിലും എത്രയോ ഭേദമാണ് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ പോലും എടുത്ത് കഴിക്കുന്നത്. പിന്നെ ഈ ഐസ് റോളർ എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും അത് ഡയറക്റ്റായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു പ്രത്യേകിച്ച് നമ്മുടെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് അത് തീരെ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ ചെയ്ത് തുടങ്ങിയ ഒരു സംഭവമാണ് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. ശരിക്കും ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ കുറച്ച് ജപിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതും. അപ്പോൾ എൻ്റെ ഒരു ഡീറ്റെയിൽഡ് മോർണിംഗ് റൊട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ ചെയ്യാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങളിത് രാവിലെയാണോ രാത്രിയാണോ കാണുന്നതെന്നൊന്നും അറിയില്ല. എൻ്റെ ഡേ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒച്ചയൊക്കെ അങ്ങ് തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പം ഒരു അനാവശ്യമായ ഭാസമൊക്കെ നിങ്ങൾക്ക് സൗണ്ടിൽ തോന്നിയെന്ന് വരാം. മാത്രമല്ല ഞാൻ ഇരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ബാൽക്കണിയിലാണ്. താഴെ കൂടെ വണ്ടി പോകുന്നുണ്ട്. കുറേ പ്രാവ് ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. ഈ ബാൽക്കണിയിൽ ഗ്രില്ല് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ ഒന്ന് പ്രാവിരിക്കും. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും തോന്നും. ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. എനിക്കൊന്ന് നമ്മുടെ ചാനലിൽ ഒരെണ്ണം അങ്ങാണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുള്ളൂ. ഒന്നോ രണ്ടെണ്ണം ചെയ്തു, എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ആകെ ഒരെണ്ണത്തിൻ്റെ കാര്യം ഓർമ്മയുള്ളൂ. അപ്പം അത് ചെയ്തിട്ട് കുറേ ആയി. യൂഷ്വലി നമ്മൾ നമ്മുടെ റൂമിൽ കയറി ഇരുന്നിട്ട് സംസാരിക്കുന്ന കൂട്ട് വീഡിയോസാണ് കൂടുതലും ചെയ്യുക അല്ലേ. അപ്പം ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഇങ്ങനത്തെ വീഡിയോസ് നമ്മുടെ കൂടുതൽ ചാനലിൽ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് എന്നോട് പറയണം കേട്ടോ. ഇന്ന് ഒരു സൺഡേ ആണ്. എന്താ പറയുക, എൻ്റെ ഒരു മൺഡേ തൊട്ട് ശനിയാഴ്ച വരെയുള്ള ദിവസം എന്ന് പറയുന്നത് സൺഡേനെ കഴിഞ്ഞ് ഡിഫറെൻ്റാണ്. സോ എനിക്കപ്പോൾ 2 ഡേ ഇൻ മൈ ലൈഫുണ്ട്. കാരണം തിങ്കൾ തൊട്ട് വെള്ളി വരെ എന്ന് പറയുമ്പം രഞ്ജു ഓഫീസിൽ പോവും, ചിക്കുവിന് സ്കൂളിൽ പോകണം, എനിക്ക് എൻ്റെ ജോലീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എല്ലാവരുടെയും ഉണ്ടാവുമല്ലോ രാവിലെ എണീറ്റ് തിരക്ക് പിടിച്ച് ഓടി അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. സൺഡേ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യാമെന്നും കൂടെ തീരുമാനിച്ചത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. എൻ്റെ യൂഷ്വൽ റുട്ടീൻ വിട്ട് 2 കാര്യങ്ങളുണ്ട്. അപ്പം ഒന്നെന്ന് പറയുന്നത്, എൻ്റെ ഫ്രണ്ട് ഇവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗൃഹപ്രവേശമാണ്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ നമുക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെ ചെന്നാൽ മതി. കാരണം അവിടെ സത്യനാരായണ പൂജ എന്ന് പറയും ഇവിടെയൊക്കെ. നമ്മുടെ ഗണപതി ഹോമം പോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മളൊരു ഉച്ചയാകുമ്പോഴത്തേക്കും പോയാൽ മതി. കാരണം ആ പൂജയിൽ പങ്കെടുക്കുന്ന കൂടുതൽ അവരുടെ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിരിക്കും. നമ്മൾ ഫുഡ് അടിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും പയ്യെ ചെല്ലാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ഞാൻ, രഞ്ജു, പ്രമോദ് നമ്മളെല്ലാവരും പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു കഴിഞ്ഞ 1 വർഷത്തെ അധ്വാനം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാതെ വെച്ചിരുന്ന ഒരേ ഒരു കാര്യം. അപ്പം അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ട്. അതിന് നമുക്ക് അവിടെ ഒരു 4-4:30 ആകുമ്പോൾ പോകണം. ഓക്കെ, അപ്പം അതെന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഒരു 4-4:30 തൊട്ട് രാത്രി ഒരു 9 മണി വരെ നമ്മളിന്ന് അവിടെ ആയിരിക്കും. ഇന്ന് ഞാൻ സാരി ഉടുക്കണം. അതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തിൽ ഞാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണോ. കുറച്ച് ടെൻഷനുള്ളത് ആ ഒരൊറ്റ കാര്യത്തിലാണ്. കാരണം എനിക്ക് സാരി ഉടുക്കാൻ അറിഞ്ഞൂടാ. അമ്മച്ചിക്ക് അറിയാം. അമ്മച്ചി പക്ഷേ സ്വയം ഉടുക്കുള്ളൂ, ഒരാൾക്ക് ഉടുപ്പിച്ച് കൊടുക്കാൻ അമ്മച്ചിക്ക് അറിയില്ല. സോ
ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ യൂഷ്വലി കാണുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഉണ്ടാവില്ല, കുറേ പേര് ചെയ്യുന്നുണ്ടാവുമല്ലോ, അതുപോലെ ഒന്നും പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. ഇതൊരു സാധാരണ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിപ്പോൾ തൈറോയിഡിൻ്റെ മെഡിസിനൊക്കെ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഇപ്പോൾ കുറച്ചധികം സമയമായിട്ടുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്. നമ്മളപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡീടോക്സ് ഡ്രിങ്ക് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇന്ന് നമുക്കും ഡയറ്റിനും ഒരു ബന്ധവുമില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ 2 ഫംഗ്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ഡേ വന്നിട്ട് ഡീടോക്സ് ഡ്രിങ്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്തുണ്ടാക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. നമുക്ക് കിച്ചണിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ബാ. അപ്പോൾ ഇന്നത്തെ ഡീടോക്സ് ഡ്രിങ്ക് എന്ന് പറയുന്നത് അമ്മ ഉലുവ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുടിക്കാം. അപ്പോൾ രാവിലെ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിക്കും കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ വേറൊരു പരിപാടിയില്ല, TV കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നല്ല, കുറച്ച് പേർക്കെങ്കിലും അറിയാം ഞാനൊരു ആഞ്ജനേയ ഡിവോട്ടിയാണ്. അപ്പോൾ യൂഷ്വലി എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹനുമാൻ ചാലീസ കേട്ടുകൊണ്ടാണ്. അപ്പോൾ ഞാനത് കേൾക്കുന്നത് ഈ ഡീടോക്സ് ഡ്രിങ്ക് കുടിക്കുന്ന ആ ഒരു സമയത്താണ്. എല്ലാ വീട്ടിലെയും പോലെ ബാറ്ററി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, 2 അടി കൊടുത്താൽ മതി. അതാടി അതെന്നെ കാണാഞ്ഞിട്ട്. അമ്മ ആ കട്ടിക്ക് അങ്ങനെ കിട്ടുന്ന പൂരി ഇവിടെ രഞ്ജു മേടിച്ചിട്ട് വരുമ്പോൾ അമ്മയ്ക്കും പൂരി മേടിച്ചിട്ട് വന്നു. അതിൽ റെഡ് ചട്നി ഉണ്ടായിരുന്നില്ലേ? ഉണ്ടാവും കട്ടിക്ക്, നമ്മുടെ പോയിട്ട് ഒഴിച്ചു കൂട്ടുന്ന അങ്ങനത്തെ അല്ല, കട്ടിക്ക്. Is it hard? Yes, try. Oh my god. Oh, it's very hard. Head and now it's coming to the legs. It's okay. You'll be fine. I was waiting for a perfect moment. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവാണ് കേട്ടോ. റവ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാനല്ല വറുത്ത, അമ്മയാണ് വറുത്ത. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഉപ്പുമാവ് തീരെ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. അപ്പം ഞാൻ ഇന്നലെ ഇത് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിന്ന് വേവിച്ച് അത് കഴിക്കാം. ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇരിപ്പുണ്ടോ? വാട്ടർമെലൺ ഉണ്ട് അല്ലേ? പൈനാപ്പിൾ ഉണ്ടോ? പക്ഷെ ഇത് പഴുത്തിട്ടില്ലല്ലോ. അപ്പം ഞാനിന്ന് അത് രണ്ടായിരിക്കും കഴിക്കുന്നത്. എനിക്ക് ഉപ്പുമാവ് കഴിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഇറച്ചി വേണം, അല്ലെങ്കിൽ മീൻ വേണം. ഉപ്പുമാവും പുട്ടും കഴിക്കാൻ ഒന്നെങ്കിൽ ഇറച്ചിയോ മീനോ വേണം. വേറെ ഒന്നിനും ഈ ഒരു പ്രശ്നം എനിക്കില്ല. അല്ലടാ, പ്രത്യേകതരം ജീവിതം. ഓക്കെ, നീ കട്ട് ചെയ്യോ? നീ കട്ട് ചെയ്യും, ഞാനെന്നാ ഇത് കുക്കറിൽ വെക്കാം. എനിക്ക് വേനെടുത്തേ. യൂഷ്വലി ഫിഷ് പേസ്റ്റ് നോക്ക്, മൊത്തം കേടായി. പഴമില്ല, വാങ്ങേണ്ടി വരാം. ഉള്ളതിൽ നല്ലോണം പഴുത്ത് ചെയ്യാനായത് പറഞ്ഞ് ഞാനിപ്പോൾ കഴിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അങ്ങനത്തെ ഒരു ചോപ്പർ വാങ്ങുകയാണെങ്കിൽ അരിയലും പെറുക്കലൊക്കെ എളുപ്പമായിട്ട് കഴിയും. ലമ രാവിലത്തെ തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ജിമ്മിൽ പോവാം. നമ്മൾ ഇന്നും കൂടെ ജിമ്മിൽ പോകുമ്പോൾ ഈ ആഴ്ച 6 ദിവസം ജിമ്മിൽ പോയി. ഇന്നലെ ഒരു ദിവസം മാത്രം മിസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് 6 ദിവസം ഒരാഴ്ചയിൽ ജിമ്മിൽ പോകുന്നത്. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇന്ന് വെയിറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് കാർഡിയോ മാത്രമാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്ക് സമയമില്ല. ഒരു 1 hourൽ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് വരണം. അപ്പോൾ ഒരു മണിക്കൂർ കാർഡിയോ ചെയ്തിട്ട് വരാം. രഞ്ജു ഉണ്ട്, ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല. സാധാരണ ഞാൻ രാവിലെ പോകും, അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകും. രഞ്ജു ഈവനിങ് ആണ് അവൻ്റെ വർക്കൗട്ട് ടൈമിങ്, ജോലി കഴിഞ്ഞ് വന്നിട്ട് പോവുക. ഞാൻ പക്ഷേ രാവിലെ പോകും. അപ്പം ഇന്ന് ഞാൻ രണ്ടോടെ ഒന്നിച്ചാണ് പോകുന്നത്. നമ്മളപ്പോൾ ജിമ്മിൽ പോകാൻ റെഡിയാവാണ്. സൺസ്ക്രീൻ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. നാട്ടിലെ പോലെ തന്നെ നല്ല വെയിലാണ് ഇവിടെ. അപ്പം സൺസ്ക്രീൻ വേണം നന്നായിട്ട്. പിന്നെ ഇപ്പോഴാണ് എനിക്കൊരു പണി കിട്ടിയത്. അതായത് ഇന്ന് വൈകുന്നേരം ഉള്ള ഫങ്ഷന് സാരിയാണ് ഡ്രസ് കോഡ്. അത് നിർബന്ധമാണ് സാരി ഉടുക്കണം എന്നുള്ളത്.
എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല. അപ്പം ഞാൻ റെഡിമെയ്ഡ് ഒരു സാരി വാങ്ങി. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ബ്ലൗസ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ബ്ലൗസാണ്. ഞാനതൊന്നും ഇട്ട് നോക്കില്ല. സാധാരണ അതെനിക്ക് എപ്പോഴും ഫിറ്റ് ആവുന്ന ഒരു ബ്ലൗസാണ്. അപ്പോൾ അത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള ബ്ലൗസാണ്. പക്ഷേ ഇന്നത് ജസ്റ്റ് എനിക്ക് എന്തോ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ബ്ലൗസ് നല്ല ലൂസാണ്. ഇഞ്ച് ലോസ് ഉണ്ടായതിൽ സന്തോഷം ഉണ്ടെങ്കിൽ പോലും ഇത് ഞാനൊരു 2 ദിവസം മുമ്പേ അറിയുമായിരുന്നെങ്കിൽ എനിക്കതൊന്ന് ആസ്വദിക്കായിരുന്നു ആ സന്തോഷം. പക്ഷേ ഇന്ന് വൈകുന്നേരത്തെ ഫംഗ്ഷന് ഞാൻ ഈ തിരക്ക് പിടിച്ച് സമയമില്ലാതെ ഓടുന്ന സമയത്ത് ഈ ബ്ലൗസ് ഞാൻ എവിടെ കൊണ്ട് ആൾട്രേഷന് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ബ്ലൗസൊക്കെ ആൾട്രേഷൻ ചെയ്ത് കിട്ടണമെങ്കിൽ ദിവസങ്ങൾ പിടിക്കും. അപ്പം ഇപ്പം തന്നെ കൊടുത്ത് ഇപ്പം തന്നെ എനിക്ക് സ്റ്റിച്ചിട്ട് തരാനായിട്ട് ഒന്നാമത്തെ കാര്യം ഈ ഒരു സമയത്ത് കടകളൊന്നും തുറന്നിട്ടുണ്ടാവില്ല. ഇന്ന് ഞായറാഴ്ചയാണ്, തുറക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതും കൊടുത്ത് അപ്പം തന്നെ എനിക്ക് വേണം താനും. എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനായിപ്പോൾ. ഒരു കാര്യമില്ലായിരുന്നു. എൻ്റെ അടുത്ത് വേറൊരു സാരി ഇല്ല. എൻ്റെ അടുത്ത് വേറെ ഉള്ള അതായത് റെഡിമെയ്ഡ് സാരി ഇല്ല. ബാക്കിയുള്ള സാരിയൊക്കെ എനിക്കിത് ഉടുക്കുന്നതിനെ പറ്റി എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇവിടെ ഉണ്ടായിരുന്ന സാധനം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയായിരുന്നു. ഈ അവസാന നിമിഷത്തേക്ക് വെക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ചില കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ. ബൈ ബൈ. Bye, Dr. ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് എടുത്ത ആ ഒരു തീരുമാനം ഉണ്ടല്ലോ, അതായിരുന്നു ഞാൻ ഈ അടുത്തെടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്ത പിന്നെ എനിക്കങ്ങനെ വെയിറ്റ് കുറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ വെയിറ്റ് എപ്പോഴും ഒരേ ഒരു 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 റേഞ്ചിൽ തന്നെയാണ് എപ്പോഴും ഉള്ളത്. പക്ഷേ എൻ്റെ എനർജി ലെവലിലുണ്ടായ എനിക്ക് മാറ്റം, എൻ്റെ സ്ട്രെങ്ത്തിലുണ്ടായ മാറ്റം, പ്രത്യേകിച്ച് എൻ്റെ മെൻ്റൽ ഹെൽത്തിൽ എനിക്കുണ്ടായ മാറ്റം, അതൊന്നും എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇതാണ് സുഹൈൽ. അപ്പോൾ സുഹൈൽ ഇവിടുത്തെ ട്രെയിനറല്ല, പക്ഷേ ഞാൻ എൻ്റെ പണ്ടൊരു റീലിൽ പറഞ്ഞ പോലെ ഇവിടുത്തെ എല്ലാമാണ്. സുഹൈലാണ് എന്നെ ട്രെയിൻ ചെയ്യിക്കുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടോയെന്ന്. പേഴ്സണൽ ട്രെയിനറൊന്നുമല്ല, ഇവനെൻ്റെ ഫ്രണ്ടാണ്. അപ്പം എനിക്ക് ജിം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നതും എനിക്ക് ജിമ്മിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ളതും കൂടിയാണ് കേട്ടോ. ഒരു ദിവസം എന്നത്തെയും പോലെ എന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം മെസ്സേജ് വരും, ഇല്ലേ ഫോൺ വരും. മൂഡ് ഓഫ് ആണെന്ന് പറഞ്ഞാൽ പറയും ആദ്യം ജിമ്മിൽ വാ, മൂഡൊക്കെ റെഡി ആകുമെന്ന്. അങ്ങനെ ഇവരുടെ ഒരു മോട്ടിവേഷനും കൂടി ഉണ്ട് കേട്ടോ ഞാൻ ജിമ്മിൽ പോകുന്നതിന്. ഇവർ പറയുന്ന കാരണം എന്താണെന്നറിയോ? തുണി മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അവർ സ്റ്റിച്ച് ചെയ്യാം, അല്ലാതെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത തുണിയിൽ പിന്നെ ഓൾട്രേഷൻ ഒന്നും പറ്റത്തില്ല എന്നാണ്. ഇതിവിടെ സ്ഥിരം പരിപാടിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബ്ലൗസ് ഒന്നും സ്റ്റിച്ചാക്കി കൊടുത്തരാ, ലൂസ് ചെയ്തേ. ആ ഓക്കെ. അപ്പോൾ 15-20 മിനിറ്റ് കൊണ്ട് ചെയ്തു തരുമെന്ന് പറഞ്ഞു. വർക്കൗട്ടും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇവിടെയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. എരട് ഓംലെറ്റ് പൊടി, എരട് ഓംലെറ്റ്. അപ്പം നമ്മൾ തിരിച്ച് വീടെത്തി. എൻ്റെ മുടി നോക്ക്, കുരുക്കൂടല്ല ശരിക്കും വണ്ടിയിൽ വന്നിട്ടാ. അപ്പം കുളിക്കണം, റെഡി ആവണം. മൊത്തത്തിൽ ഓൾറെഡി ലേറ്റായി അല്ലടാ. ഏത് ഹൗസ് വാമിങ്ങാ? ആ നിഷു വന്നാൽ പിന്നെ തീർന്നു. അപ്പം പെട്ടെന്ന് റെഡി ആവാം. മടുത്ത് രാവിലെ തന്നെ എനിക്ക് ഇത്രയ്ക്ക് ക്ഷീണം. ഈ റൂം മൊത്തം തുണികളാണ്. ഞാൻ അത്രയ്ക്ക് സ്ട്രെസ്ഡായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ നേരത്തെ കാണിച്ചില്ലേ, ആ കുർത്തി ഇടാമെന്ന് വിചാരിച്ചിട്ട് അതെനിക്ക് കറക്റ്റ് ഫിറ്റുള്ള കുർത്തിയാണ്. അതിങ്ങനെ ലൂസായത് എനിക്കറിയത്തില്ല. എൻ്റെ വെയ്റ്റിൽ എനിക്ക് മാറ്റമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ഒരു 62, 63, 63.5 അതിലൊക്കെ തന്നെ നിൽക്കുന്നത്. പക്ഷെ നല്ല രീതിയിൽ ഇഞ്ച് ലോസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ കുർത്തി അതുകൊണ്ട് അതിടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയില്ല, ഒന്നും ആക്കിയില്ല. നല്ല ലൂസ്. അവസാനം ഞാൻ എൻ്റെ ബാക്കിയുള്ള കുർത്തിയൊക്കെ, അതായത് ഫംഗ്ഷന് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കുർത്തിയൊക്കെ ട്രൈ ചെയ്തതാണ് ഇപ്പോൾ ഈ റൂം നിറയെ കിടക്കുന്നത്. ഒന്നും എനിക്കാവില്ല. ഒരു 1/2 മണിക്കൂറായിട്ട് ഞാനും രഞ്ജും അമ്മയും കൂടി ഡ്രസ്സ് തപ്പി ഈ റൂം ഈ കോലത്തിലായി. ഇനി എനിക്ക് വയ്യ. അപ്പോൾ എനിക്ക് ഈ ഇങ്ങനത്തെ കുഞ്ഞു കാര്യത്തിനൊക്കെ ഇതിന് മാത്രം സ്ട്രെസ് എടുക്കുന്ന അത്രത്തോളം വർത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒരു ടോപ്പും ഒരു പാൻറ്റും
അത്ര മതി. എല്ലാവരും ഒന്ന് കുറച്ച് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഒരു ഗൃഹപ്രവേശം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം സാരി, ജ്വൽസ് ആ ഒരു ടൈപ്പിലായിരിക്കും വരുന്നത്. പക്ഷേ എല്ലാത്തിലും വലുത് മനസ്സമാധാനമാണ്. എനിക്ക് അരമണിക്കൂർ ഞാനൊരു ഡ്രസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഭവമാണ്. സോ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എങ്ങനെ ജഡ്ജ് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് ഇത് മതി. ഇപ്പോൾ നമ്മൾ ഒന്നിനും ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും. കാരണം ഇത്രത്തോളം ടെൻഷൻ എടുത്തിട്ടുണ്ടല്ലോ. എൻ്റെ ഈവനിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഞാൻ വളരെ വാല്യൂ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതെനിക്ക് നേരെ മര്യാദയ്ക്ക് സന്തോഷമായിട്ട് ഇരിക്കണം. ഇപ്പോൾ സമയം എത്രയെന്നറിയോ? 12:45. ചില ഡേയ്സ് അങ്ങനെയാണ്. കാരണം യൂഷ്വലി ഞാൻ എൻ്റെ ഡേ ഒക്കെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യും. ഇല്ലെങ്കിൽ എനിക്കൊരു തലയും വാലൊന്നും കിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ജോലി ചെയ്യുന്നുണ്ട്, ഓഫീസിൻ്റെ ജോലിയുണ്ട്, പിന്നെ നമ്മുടെ കണ്ടൻറ് ക്രിയേഷനുണ്ട്, പിന്നെ നമ്മുടെ പിള്ളേരുടെ കാര്യങ്ങളുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ ഓടുകയില്ല. ചിലതൊക്കെ മിസ് ചെയ്യും. മനുഷ്യന്മാരല്ലേ. എനിക്ക് പ്ലാനറുണ്ട്, അപ്പോൾ അതിൽ ഞാൻ എഴുതും. അപ്പോൾ എനിക്ക് അതുവഴിയൊക്കെയാണ് ഞാൻ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നെനിക്ക് അത് എഴുതാൻ പോലും സമയം കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ അശ്രദ്ധയാണ് കേട്ടോ. ആ ബ്ലൗസ് റെഡിയാക്കാൻ വേണ്ടി ഒരുപാട് സമയം പോയി നമ്മുടെ. അതൊക്കെ ഒന്ന് ഒരാഴ്ച വീട്ടിലിരുന്നപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇട്ട് നോക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര സമയത്ത് ഞാൻ എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന്. ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടേ കുറേ നാളെ ഓരോ കാരണങ്ങൾ കൊണ്ട് മാറിപ്പോകുന്നതാണ്. അപ്പം ഇനി ഞാനത് എല്ലാം ഒത്തു വന്നൊരു സമയത്ത് ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരിക്കലും നടക്കില്ല. ചില ദിവസങ്ങൾ അങ്ങനെയായിരിക്കും. നമ്മൾ എന്തുമാത്രം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതെങ്ങനെ നടക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമേ നടക്കുള്ളൂ. ബെൽറ്റ് ഇടണം, പാൻറ് ലൂസ. 3 കളറിലാണ് ഉള്ളത്. സ്കൈ ബ്ലൂ, ക്രീം, പച്ച. നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പം ഈ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് എത്ര കിലോമീറ്റർ ഇടാ? 4 ഉണ്ടോ എന്നറിയില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 മണിക്കൂറായിട്ടോ. 1:45 നമ്മളിത് എവിടെ എത്തിയിട്ടില്ല. ഞങ്ങൾ 3 പേർക്ക് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളൊരു ഒരു പ്രത്യേകതയാണ് ഞങ്ങൾക്ക്. എന്തൊരു ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധമില്ലാത്ത എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു ഗൃഹപ്രവേശത്തിന് പോകുമ്പോൾ നമ്മൾ കൊണ്ടോട്ടാണ്. അതിനെപ്പറ്റി നമ്മളങ്ങ് മറന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയി ഗിഫ്റ്റ് വാങ്ങി. പിന്നെ ഗിഫ്റ്റെല്ലാം വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ദാഹം, ഭയങ്കര പരവേശം അല്ലടാ. ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ഫോണിന് കവർ ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അത് ടോപ്പിക് ഇല്ലാത്ത ടോപ്പിക് അവിടെ നിന്ന് വന്ന് ജോയിൻ ആയെന്ന് അറിയില്ല. ഇങ്ങനത്തെ എക്സ്ട്രാordinary things അശ്വതി അപ്പൂപ്പ ചെയ്യും. എന്ത് അശ്വതി ഒരു സൈക്കോ ആണ്. ഇവ നിങ്ങളുണ്ടോ ഒറ്റക്കെട്ടായോ? ഇവനെ വേല വെച്ചിട്ടാ? ഞാനും കല്യാണം കഴിഞ്ഞ് ഗ്രേറ്റ് ബ്രോ. അപ്പൊ ആരങ്ങനെയൊക്കെ പറയും. പോടാ. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഫോണിനൊരു കവർ. ഇത്ര തിരക്ക് പിടിച്ച് ഇത്ര സമയമില്ല, ഡ്രസ്സൊക്കെ ആകെ ഫ്ലോപ്പായി. ഇത്ര ടെൻഷനിലിരിക്കുമ്പോൾ ഒരാൾക്ക് മൊബൈൽ കവർ ഒരു ആവശ്യമില്ലാത്ത വാങ്ങാൻ പറ്റുമോ? എടാ ഇത് അവളുടെ പഴയ വീട്. ഇത് നിഷുവിൻ്റെയും ജഗൻ്റെയും ഫ്ലാറ്റാണ് കേട്ടോ. നിഷു എൻ്റെ കൊളീഗായിരുന്നു, പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി. അപ്പം അവർ തെലുഗൈറ്റ്സാണ്. അപ്പോൾ അവരുടെ രീതികളൊക്കെ അതേപോലെയുള്ളതാണ്. നമ്മുടെ ഒരു ഗൃഹപ്രവേശമൊക്കെ ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം ആ കല്യാണ പെണ്ണ് പോലെ ഒരുങ്ങിക്കുന്നില്ലേ, അതാണ് നിഷു. അടുത്ത് നിൽക്കുന്നതാണ് ജഗൻ. ഇവരുടെയൊക്കെ ഏതൊരു ഫംഗ്ഷൻ വന്നാലും ആ ഒരു രീതിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. എന്താ വെച്ചാൽ ചിലപ്പം ഞാൻ നാട്ടിൽ ഒരുപാട് ഫംഗ്ഷനൊന്നും അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം എനിക്കെന്തത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇതൊക്കെ കാണാനും ഇവിടെയൊക്കെ പോയി അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട്. ഒരുപാട് നേരത്തെ പൂജ, രാവിലെ വെളുപ്പിന് തുടങ്ങുന്ന പൂജയാണ് കേട്ടോ ഇത്. നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഉച്ച സമയമാണല്ലോ, പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് അടിക്കാനായ സമയത്താണ് കേട്ടോ എത്തിയത്. അപ്പം വെജിറ്റേറിയൻ ഫുഡാണ്. ഇവിടെയൊന്നും ഒരു ഫംഗ്ഷനും നോൺ വെജ് ഉണ്ടാവില്ല കേട്ടോ. മട്ടൻ ഊട്ടാന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഫംഗ്ഷൻ വരും. ഇതെന്താണെന്ന് അറിയാം, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നമുക്ക് കുങ്കുമവും ചന്ദനമൊക്കെ കൊണ്ടുതരും. എല്ലാവരും കൂടെ കളിയാക്കുമായിരുന്നു, കാരണം അത് പെണ്ണുങ്ങൾക്ക് മാത്രമാണ് അവർ ചെയ്യുക. അപ്പം എല്ലാവരും പറയുന്നത് എന്നെ കാണിച്ചിട്ട് ഈ പ്രമോദ് നെഞ്ചൊക്കെ പറയുന്നത് ഇതും പെണ്ണാണ് കേട്ടോ, ഇവക്കും കൂടെ വെക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ കളിയാക്കും. എപ്പോഴും എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും കേട്ടോ, ഗൃഹപ്രവേശം മാത്രമല്ല എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും ആ ഫംഗ്ഷൻ കഴിഞ്ഞ് പോകുമ്പോൾ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കും. തേങ്ങ കൊടുക്കും, വെറ്റില, പാക്ക്, വള, ഇതെല്ലാം കൊടുക്കും. അപ്പം ഈ മാർക്കൊക്കെ കേട്ടോ നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് ചന്ദ്ര മുഖമൊക്കെ നോക്കാം. ഇത് റിട്ടേൺ ഗിഫ്റ്റ്. അത് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യടാ. ഗിഫ്റ്റ് അൺബോക്സിങ്. വെള്ളിയാ
ഇത് വള, ഇത് ചന്ദനം, കുങ്കുമം, ഇതൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ ഭാഗമാണ് കേട്ടോ. വെറ്റില, തേങ്ങേൻ്റെ ഉള്ളിലുണ്ട്. എപ്പോഴും എന്ത് ഫംഗ്ഷൻ കഴിഞ്ഞ് പോകുമ്പോഴും ഈ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാവരും ഒന്നും കൊടുക്കില്ല. കുറച്ചൊരു പൈസക്കുള്ളവർ അങ്ങനെ പറയാം നമുക്ക് കൊടുക്കുള്ളൂ. അല്ലാതെ ഈ തേങ്ങ, കുങ്കുമം, ചന്ദനമൊക്കെ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം എന്നുള്ള ഒരു ആചാരം തന്നെയാണ്. അപ്പോൾ നമ്മൾ കറിക്കരിക്കാനുള്ള ഇവിടെ നിന്ന് ഒരു തേങ്ങ, രഞ്ജനി തേങ്ങ എടുത്തില്ലടാ. 2 തേങ്ങയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? 44 രൂപ ആഫ്റ്റർ ഡിസ്കൗണ്ട് അല്ലേ? ഞാൻ സെപ്റ്റോ ചെയ്യുമ്പോൾ 44 രൂപ ഒരു തേങ്ങേന്റെ വില. ഒന്ന് ആലോചിച്ചു നോക്ക്. 2 ദിവസത്തേക്കുള്ള തേങ്ങ, 2 ഒരാഴ്ച ഞാൻ ഈ തേങ്ങ വെച്ച് ഓടിക്കുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്കുള്ള മൂഡ് എന്താ അറിയോ? പോകുക, ഒന്ന് കുളിക്കണ്ട, കിടന്നുറങ്ങുക. ഇതാണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം എന്റെ വയർ അത്ര ഫുള്ളാണ്, ഭയങ്കര ഹെവിയാണ്. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് കേട്ടോ. നാളെയൊക്കെ ഒരു ഡീറ്റോക്സ് ഡയറ്റും എല്ലാം എടുത്ത് 2 ദിവസത്തേക്ക് ഒരു ഡീറ്റോക്സ് ഡയറ്റ് എടുത്തെങ്കിൽ മാത്രമേ എനിക്കൊന്ന് ശ്വാസം വിടാൻ പറ്റുള്ളൂ. കാരണം ഉണ്ടല്ലോ, നമ്മൾ ആദ്യമൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്, പിന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ക്വാണ്ടിറ്റി കുറയ്ക്കൂലേടാ. അപ്പം എന്താ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ് ചുരുങ്ങുക എന്ന് പറയില്ലേ, അപ്പം ടെക്നിക്കലി വയറ് ചുരുങ്ങുന്ന ആ സംഭവം ഉള്ളതുകൊണ്ട് എന്നെ കൂടെ ഒരുപാട് കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് എടാ പ്രമോദ, നമ്മൾ 1 മാസമായി നോക്കിക്കൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ എല്ലാ സ്വീറ്റ്സ്, ഷുഗർ കട്ട് എല്ലാം ഇന്നത്തോടുകൂടി ബ്രേക്കായി. നമ്മൾ വീടെത്തിട്ടോ. ഇനി അടുത്ത പരിപാടിക്ക് റെഡിയാവാം. മേക്കപ്പ് ഒന്നും ഞാൻ വേറെ ചെയ്യുന്നൊന്നുമില്ല, കാരണം നമുക്ക് സമയമില്ല. ഇത് ഫങ്ഷൻ നടക്കുന്ന രാജാജി നഗർ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പം മാപ്പിൽ നോക്കിയപ്പം 1 മണിക്കൂർ കൃത്യമായിട്ട് കാറിൽ പോകണമെങ്കിൽ ഉണ്ട്. സോ 4:30ക്കാണ് ഫങ്ഷൻ. ഇപ്പോൾ സമയം 3 മണിയായി. അരമണിക്കൂർ കൊണ്ട് ഞാൻ റെഡിയായി ഇറങ്ങിയേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ലേറ്റാവും. ഫങ്ഷൻ എന്താണ്, കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് പറയാം കേട്ടോ. പിന്നെ ഒന്ന് ലിപ്സ്റ്റിക്ക് മാറ്റാം, പിന്നെ ഈ കുങ്കുമം, ചന്ദനം ഇതൊക്കെ മാറ്റാം. ഇവിടെയാണ് കേട്ടോ തുട. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അറിയില്ല. യൂഷ്വലി തമിഴിയൻസ്, ആന്ധ്ര, കർണാടക അവരൊക്കെ ഇത് ചന്ദനമല്ല, മഞ്ഞളാണ്, മഞ്ഞൾപ്പൊടി. മേലെ കുങ്കുമായിരുന്നു. ഇന്നത്തെ ഡ്രസ് കോഡ് സാരിയാണ്. ലേഡീസ് എല്ലാവരും സാരി, ജെൻസ് എല്ലാവരും ധോത്തി. അപ്പം അതാണ് ഡ്രസ് കോഡ് വന്നേക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സാരി ഉടുക്കില്ലായിരുന്നു. അപ്പം എനിക്ക് സാരി ഉടുക്കാൻ അറിഞ്ഞുകൂടാ. അമ്മയ്ക്ക് സാരി ഉടുക്കാൻ അറിയാം, പക്ഷെ ഉടുപ്പിക്കാൻ അറിഞ്ഞുകൂടാ. പിന്നെ ഇപ്പം നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഉടുക്കുകയാണെങ്കിൽ സാരി ഉടുപ്പിച്ചിരുന്നതിന് 500 രൂപയാണ്. അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ വഴിയാണ് റെഡിമെയ്ഡ് സാരി, നമ്മുടെ റെഡി ടു വെയർ സാരിയില്ലേ, അത് ഇവിടെ നോക്കൂ. ഇതാണ് എൻ്റെ സാരി. ഇത് കണ്ടോ, ഈ പ്ലീറ്റ്സ് ഓൾറെഡി ഇതിലുണ്ടാവും. നമ്മളൊന്ന് ചുറ്റിയിട്ട് ഇത് ഇവിടെ കണ്ടോ, ഇങ്ങനത്തെ ഒരു ഹുക്ക് സംഭവമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കൊളുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ സാരി റെഡിയാണ്. സോ 2 മിനിറ്റ്സിൽ നമുക്ക് സാരി എടുത്ത് റെഡിയാവാം. പിന്നെ ബ്ലൗസിൻ്റെ രാവിലെ അറിഞ്ഞാണല്ലോ അതിൻ്റെ ബഹളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതാണ് സാരി. സിമ്പിളായിട്ടുള്ള ഒരു ബ്ലാക്കും കുറച്ച് ബ്രൗൺ ലൈൻസൊക്കെ വരുന്ന കൂട്ട് ഒരു സാരി. വേറെ സംഭവങ്ങളൊന്നും ഇടുന്നില്ല. ഈ ഒരു ചോക്കർ മാത്രമേ ഇടുന്നുള്ളൂ. വാച്ച് കെട്ടാം. ഇതിലൊരു കുറച്ചൊരു ബ്ലാക്ക് സംഭവം കൂടെ വരുന്നുണ്ട്, നമുക്ക് ഇത് ചൂസ് ചെയ്യാം. ഈ വാച്ച്, ഇത് സാരി, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ബാക്കി വിശേഷമൊക്കെ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോണത്, എന്തിനാണ് പോണത്, ഞാൻ ഇങ്ങനെ കിടന്ന് അണിഞ്ഞു വരുന്നത് എന്തിനാണ്, ഇതൊക്കെ ഞാൻ പറയാം. ഈ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. ഫംഗ്ഷൻ തീരാറായപ്പോഴത്തേക്ക് ആ സാരിത്തുമ്പ് മൊത്തം അതിലെ ആ ഹാള് മൊത്തം ഞാൻ അടിച്ചു വരുന്നുണ്ടായിരുന്നു. സാരി മൊത്തം ചുരുണ്ടുകൂടി എൻ്റെ വയറിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇതൊക്കെ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്നെങ്കിലും ഞാൻ നന്നായിട്ട് സാരി ഉടുക്കാനും അതെടുത്ത് നന്നായിട്ട് നടക്കാനൊക്കെ പഠിക്കുമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇന്ന് ഇന്ന് എൻ്റെ കോൺവെക്കേഷൻ ഡേ ആണ്. അതായത് ഞാൻ ഇന്ന് തൊട്ട് ഒരു സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആണ് കേട്ടോ. 1 വർഷത്തെ കോഴ്സായിരുന്നു ഞാൻ ചെയ്തത്. ഡിപ്ലോമ ഇൻ ഫുഡ് തെറാപ്പി ആൻഡ് ന്യൂട്രീഷൻ ആണ് കേട്ടോ. നാഷണൽ ബോർഡ് ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ ഹാപ്പി ഓം യോഗ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജസ് ആണ്. അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് വേണ്ട ഡയറ്റ് ചാർട്ട്, അവരുടെ ഫുഡ് ഹാബിറ്റൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് പേരെ ഹീൽ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ ഇതുവഴി എനിക്ക് കിട്ടുന്നത്. ഇന്ത്യക്ക് അകത്തും പുറത്തും ഒരേപോലെ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ A+ലാണ് കേട്ടോ പാസ്സായത്. Good evening, everyone. First of all, congratulations to all of us for completing this course. A huge round of applause you all deserve. Do I look nervous? No,
know, but I'm burning inside. So please excuse me. All right. So myself, Ashwati. I'm from Kerala. Born and brought up in Kerala. After my 10th standard, please you both please sit. After my 10th standard, I moved to Bangalore. So technically, I'm a Bangalorean now. And yeah, I'm married to that gentleman who is taking my video right now. So he's Rajat, my husband, and I'm married for 10 years. Yeah, so 10 years, and I have. All right, so. The thing is, he said it, yes. He should have been wondering, he was like 10 years or not. At least he did not scratch his head. Right. So I have two kids, Vihan and Vasud, 6 years and 3 years now. And my story begins a couple of years back, okay? Because after my second delivery, I got into postpartum depression. I'm sure most of you here, or at least few of you, experience. So it really took a toll on myself that, you know, it was there for 2 years. Usually my doctor said I'll be okay in after 6 months or something, but no. ഞാൻ ഈ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓൺലൈൻ വഴിയായിരുന്നു കേട്ടോ. നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിക്ക് എന്തായാലും ഞാൻ ഓൾറെഡി വർക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് ഓഫ്ലൈൻ ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ എന്തായാലും ഓൺലൈനായിട്ട് നമുക്ക് തിയറി ഉണ്ടായിരുന്നു. പക്ഷേ പ്രാക്ടിക്കൽ എന്ന് വരുമ്പോൾ നമ്മളത് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻസിനെ നേരിട്ട് കണ്ട് അവർക്കുള്ള ഡയറ്റ് ചാർട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം പ്രാക്ടിക്കൽസ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഓഫ്ലൈനായിട്ട് തന്നെ പോകണമെന്നുണ്ട്. അങ്ങനെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കോൺവെക്കേഷൻ വന്നപ്പോഴാണ് ബാച്ച്മേറ്റ്സിനെയൊക്കെ നേരിട്ട് കാണുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി കുറേ പേര് ഓരോ ഹോസ്പിറ്റൽസിൽ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേർക്ക് ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്താ പറയുക പ്ലാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എൻ്റെ പ്ലാൻ എന്താണെന്ന് എന്നോട് എല്ലാവരും ചോദിച്ചെങ്കിലും ചില കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഒന്നും ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെന്തൊക്കെയാണെങ്കിലും അത് ഞാൻ നിങ്ങളെ അറിയിക്കും, ഉറപ്പായിട്ടും അറിയിക്കും. ഞാനീ പഠിച്ചതുകൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാവണം എന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിക്കാം അല്ലേ. So that's where I stand now, and Renju, every day he will be listening. Renju, why are you rushing? Chew at least 30 plus times. My kids are like, you know, Chiku, sit on the floor and eat. So it has changed my life, my family's life, and everybody around me. So I don't know how to thank you both in words, but I'm so grateful. And Renju, I've never said you this before, but thank you for everything. Yes, please, yes, please. Come. So, big round of applause for my husband for bearing me for 10 years. And okay, so he is Rajat. Ours was a love marriage, and he fought for me. I don't know for what, with my family and everyone. Finally, we are What, that's together. a real fight? Like, Literally, it was. So yeah, so he is my pillar of strength, who has given actually literally the wings for my dreams. Never say no for anything. I don't know whether he doesn't I think he doesn't have that word in his dictionary. Never say no for anything. I'm somebody who had curly hair this long, okay, and he followed for that my hair first. And last week I asked him, like, I'm feeling a bit stressed, can I go and cut my hair? He's like, go ahead. I said, I want to make it this short. What if something went wrong? And he said, if it went wrong, I'll shave your hair with a trimmer, and you will have a nice, beautiful motta. So that's what his answer. So he's that supportive, and love you for everything that you have done for me, and thank you all. Let's wind up, guys. This is the end of the day. ചെറി വന്നിട്ടുണ്ട് കേട്ടോ. ഉറങ്ങിയോന്നറിയില്ല. ഞാൻ ഗെയിം കളിക്കുവാനു
മമ്മി വർക്കാകൂ നോക്കിയോ അമ്മ Daddy, it's not working. No working? Yes. I was. നീ എപ്പോഴാ വന്നേ? നീ എപ്പോഴാ വന്നേ? നമുക്ക് ഇത് വീട്ടിൽ പോകണം. ഇനി പോണോ? അങ്ങനെയാക്കി. എന്റെ ഉമ്മ തരുമോ അമ്മയ്ക്ക്? ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇല്ല. ഞാനൊന്ന് മേലൊക്കെ ഒന്ന് കഴുകി മേക്കപ്പ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തു. സമയം 11:30 ആയിട്ടുണ്ട്. സ്കിൻ കെയർ ചെയ്യുന്നു, കിടക്കുന്നു, അത്രയേ ഉള്ളൂ. എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. രാവിലെ ജേർണൽ അങ്ങനെയാണ്, അതിൻ്റെ ഒരു ഭാഗം രാവിലെ ഒരു ഭാഗം രാത്രി അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ഇപ്പം എനിക്ക് അത് ചെയ്യാനുള്ള എനർജി ഒന്നുമില്ല. പിന്നെ സ്കിൻ കെയർ എത്ര മടുത്താലും ചെയ്യാറുണ്ട്, കാരണം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് അതൊക്കെ മാറിയത്. സോ ഇന്ന് റെറ്റിനോൾ ഡേ ആണ്. അപ്പം സ്കിൻ കെയർ അങ്ങനെ മിസ് ചെയ്യാറില്ല, കാരണം അത് ആദ്യം ചെയ്യുമായിരുന്നു, പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് റിസൾട്ട് കിട്ടി തുടങ്ങിയത്. ഞാൻ എന്തായാലും കിളി പോയിരിക്കുകയാണ് എന്ന് രഞ്ജനോട് ചോദിച്ചിട്ട് നമ്മൾ അടിച്ചിട്ടിരിക്കും പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന്. അത് ശരിക്കും എൻ്റെ അവസ്ഥ ഇപ്പം അങ്ങനെയാണുള്ളത്. എനിക്ക് വലിയൊരു പിടുത്തമൊന്നും കിട്ടുന്നില്ല. പോയ കിളികളൊക്കെ രാവിലെ തിരിച്ച് പറന്നു വരുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഡേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നു എന്നല്ല. സോ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് ഡേ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വഴി പറയണം. കൂടുതൽ ഡേ ഇൻ മൈ ലൈഫ് അതേപോലത്തെ കുറച്ച് പേഴ്സണൽ ടച്ചുള്ള വീഡിയോസൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതെന്തത് ആൻറ്റിനെയോ അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം, നമുക്കങ്ങോട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യാം. ആൻഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു ഡേ ഫുൾ എൻ്റെ കൂടെ ഈ ഒരു ജേർണിയിൽ ഭാഗമായതിന് ഒരുപാട് നന്ദി. ആൻഡ് ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ബൈ.